കോൺഗ്രസ് നടപടിയെടുത്തു. ഔദ്യോഗിക പരാതി കിട്ടുന്നതിന് മുൻപ് തന്നെ. വളരെ നല്ല കാര്യം. സസ്പെൻഡ് ചെയ്തു. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് മാറ്റി. കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ നടപടിയാണ്. അതിൽ ഒരു സംശയവുമില്ല. അതിന് മുന്നിൽ നിന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അന്നും ഇന്നും നിലപാടിൽ മാറ്റം വരുത്താത്തത് സതീശൻ മാത്രമാണ്. ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, കൂട്ടായി എടുത്ത തീരുമാനമാണ്. എല്ലാ നേതാക്കന്മാരും ചേർന്ന് കൂട്ടായി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഞാൻ. പക്ഷേ ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ പറഞ്ഞല്ല, കേരളം മുഴുവൻ കടൽ പോലെ അലയടിച്ച് വന്നാലും ബോധ്യങ്ങളിൽ നിന്നാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കില്ല. അത് നിലപാടാണ്. കേരളം മുഴുവൻ എരമ്പി വന്നാലും, ഞാൻ പറഞ്ഞത് അറബിക്കടൽ പോലെ എരമ്പി വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനത്തിൽ മാറില്ല. അത് നിലപാടാണ്. അത് കുറെ കഴിയുമ്പോൾ ആൾക്കൂട്ടത്തിന് ബോധ്യപ്പെടും. നിലപാടിൽ മാറ്റം വരാൻ പാടില്ല. നമ്മൾ ചെയ്ത തെറ്റാണ് എന്ന് നമുക്ക് ഏത് സമയത്ത് ബോധ്യം വരുന്നത് അപ്പോൾ കറക്റ്റ് ചെയ്യണം, പറഞ്ഞേക്കണം. തെറ്റ് പറ്റി. പിന്നെ രാഷ്ട്രീയത്തിൽ ഇമോഷണൽ എന്ന് പറയുന്ന കാര്യത്തിന് ഒരു അർത്ഥമില്ല. രാഷ്ട്രീയത്തിലും ഇമോഷണൽ റിസ്ക് ഒക്കെ എടുത്താൽ പാളിപ്പോകും. നിലപാടിൽ മാറ്റം വരുത്താത്തത് സതീശൻ മാത്രമാണെന്ന് പറയാൻ കാര്യമുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ മുഖപത്രം വീക്ഷണത്തിൽ ഇന്നൊരു മുഖപ്രസംഗമുണ്ട്. അതിലെ ചില വരികൾ നമ്മൾ വായിക്കേണ്ടതാണ്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ് തലക്കെട്ട്. സൂര്യനെല്ലയും ഐസ്ക്രീം പാർലർ കേസും ഓർമ്മിപ്പിച്ചു തുടങ്ങുന്ന മുഖപ്രസംഗം പോയി ഗൂഢാലോചന പരമ്പരയിലെ അവസാന കണ്ണിയാണ് രാഹുൽ എന്ന് വരുത്തി തീർക്കുന്നുണ്ട്. അവിടെയും തീരുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDFനെയും BJPയെയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതാണ് രാഹുലിന്റെ കുറ്റമെന്നും മുഖപ്രസംഗത്തിൽ വിധി എഴുതുന്നുണ്ട്. ചെറിയൊരു സംശയം മാത്രമാണ്. ഈ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും പാപം ചെയ്തവരായതുകൊണ്ടാണോ കല്ലെറിഞ്ഞത്? പിന്നെ എന്തിനാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് തിരുത്തുമെന്ന് പറഞ്ഞത്? അതെ, അത് ഞാൻ പരിശോധിക്കും. വീക്ഷണത്തിലെ ലേഖനങ്ങൾ സംബന്ധിച്ചോ എഡിറ്റോറിയൽ സംബന്ധിച്ചോ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിശോധിക്കും. ഇത് പാർട്ടി പത്രം. ഇനി പാർട്ടി ചാനൽ കൂടിയുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിയോടെ ജയ്ഹിന്ദ് ചാനൽ ഇറക്കിയ കാർഡാണ് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. തിരക്കഥ BJP, സംവിധാനം CPM, പടം ഫ്ലോപ്പ് എന്നാണ് തലക്കെട്ട്. അല്പം ധൈര്യമൊന്നു പോരാ ഇതിൽ BJP CPM ആരോപണം ഉന്നയിക്കാൻ. പരാതിക്കാരിയെ പീഡിപ്പിക്കാൻ പറഞ്ഞത് BJP ആണോ? പരാതിക്കാരിയെ ഗർഭിണിയാക്കിയത് CPM പറഞ്ഞിട്ടാണോ? നിങ്ങളുടെ നേതാവ് ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും ഉഡായിപ്പ് പറഞ്ഞാൽ മതിയോ? ഇനി പാർട്ടി ചാനൽ ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ലോപ്പ് ആണോ എന്ന് അറിയില്ല.